ഗൈസ് ദിമിയുടെ കാര്യത്തിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സുമായിട്ട് വേർപിരിഞ്ഞു, ഈസ്റ്റ് ബംഗാളുമായിട്ട് ഏതാണ്ട് അടുത്തു എന്നുള്ള തരത്തിൽ വരെ കാര്യങ്ങൾ നിന്നെയാണ്. ഇപ്പം ആക്കസ് പോലെയുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞാണ് ഈസ്റ്റ് ബംഗാളാണ് റേസിൽ മുന്നിലുള്ളത് എന്നുള്ളത്. എന്നാൽ കൊച്ചിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോയിട്ടുള്ള ആ ഒരു വണ്ടി മുംബൈയിൽ വെച്ച് ഒന്ന് നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ. സോ അതായത് മുംബൈ ഇപ്പം അഡ്വാൻസ്ഡ് ടോക്കിലാണ് എന്നുള്ള തരത്തിൽ IFTWCയുടെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് വരികയാണ്. ഇപ്പം അവരെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈസ്റ്റ് ബംഗാളുമായിട്ട് ഒരു ടേംസിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പം ആ ഒരു മുംബൈ എന്നുള്ള നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മറ്റൊരു സ്ട്രൈക്കർ, ഇപ്പോൾ ഡയാസിന് ശേഷം മുമ്പ് ഒബ്ഗച്ചയും പോയിട്ടുണ്ട്, അതിന് ശേഷം ഇപ്പോൾ ഇതാ മറ്റൊരു താരം കൂടി എങ്കിൽ മുംബൈയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ്. ഇപ്പം മറ്റൊരു കാര്യമായിരുന്നു, ഇപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിരുന്നില്ല. 7 കോടിയുടെ ഒരു ഓഫർ കാര്യങ്ങളൊക്കെയാണ് ഈസ്റ്റ് ബംഗാൾ വെച്ചെന്നുള്ളത്. അത് ഒറ്റ സീസണിൻ്റെ അല്ല, 2 വർഷത്തേക്കും കൂടെ ഉള്ളതായിരിക്കും. അല്ലാതെ ഒരു സീസണിലൊന്നും 7 കോടി കൊടുത്തൊന്നും നോ വേ. 3.5 വെച്ച് 2 കോടി 2 വർഷത്തേക്കുള്ളൊരു ഓഫറായിരിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദിമി ആവശ്യപ്പെട്ടതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ വെച്ചിട്ടുള്ളൊരു ഡീലും ഇതൊക്കെ 2 എക്സ്ട്രീംസിലൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ളൊരു ഡീൽ നടക്കാത്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ പോലെയുള്ള ക്ലബിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വന്നത്. സോ അന്നേരം നമ്മൾ സംസാരിച്ചു ഈസ്റ്റ് ബംഗാളിനോട് പോലും ഇപ്പം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇപ്പം മുംബൈ സിറ്റി FC എന്ന നിലയിൽ ഒരു അഡ്വാൻസ്ഡ് ടോക്കിലേക്കൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. സോ ഇങ്ങനൊരു കാര്യം സംഭവിച്ച സമയത്ത് എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. ഇപ്പം ദിമിയുടെ കാര്യമാണല്ലോ, ഗോൾഡൻ ബൂട്ട് വിന്നറാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കീ പ്ലെയറാണ്. സോ പലരും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പലയിടത്തും. ഇപ്പം അദ്ദേഹം പോയതിന് ശേഷം അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് ഡിസ്കഷനിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ്, ഇനിയും എന്തെങ്കിലും ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം IFTWC ഈ അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്തതിൽ പിന്നീട് അഡ്വാൻസ് സ്റ്റോക്കിൽ നിന്ന് വീണ്ടും യൂട്ടേൺ അടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ദിമിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. അതായത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ളതല്ല, അതിനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം താങ്ക് യു പോസ്റ്റൊക്കെ ഇട്ട് പോയതാണ്. മേ ബി ഈസ്റ്റ് ബംഗാളിലോട്ട് തന്നെ എന്നുള്ള ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്? ഉറപ്പായിട്ടും കമ്പോസിലും കാണിക്കുകയാണ് സനിയ.